ഹലോ ഹായ് ഇതിന് അങ്ങോട്ട് ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ വൈറസ് എന്ന് പറയുന്നത് ബൈ ടേക്കിംഗ് കൺട്രോൾ ഓവർ ദ ജെനറ്റിക്. ഈ രണ്ടാമത് പറഞ്ഞ WBCനാണ് ആര് എഫക്ട് ചെയ്യും. ഹായ്, ഐ എം അസൻഷ്യരാജ്. വെൽക്കം ടു മൈ ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4th ചാപ്റ്റർ കീപ്പിംഗ് ഡിസീസസ് എവേ എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോർഷനായ ബാക്ടീരിയൽ ഡിസീസിനെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈറൽ ഡിസീസിനെ പറ്റിയിട്ടാണ്. ഈ വൈറൽ ഡിസീസിൻ്റെ അകത്ത് 3 ഡിസീസ് കണ്ടീഷനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? നിപ്പ, രണ്ടാമത്തത് എയ്ഡ്സ്, മൂന്നാമത്തത് ഹെപ്പറ്റൈറ്റിസ്. 3 ഡിസീസ് കണ്ടീഷനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഈ 3 ഡിസീസ് കണ്ടീഷൻ പഠിക്കുന്നതിന് തൊട്ട് മുൻപോട്ട് നമ്മൾ എന്താണ് വൈറസ് എന്ന് നമ്മൾ അറിയണം. വൈറസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സ്ട്രക്ചറാണ്. അതിൻ്റെ അകത്ത് RNA, DNA മോളിക്യൂളുണ്ട്. അതിന് ചുറ്റും പ്രോട്ടീൻ കോട്ടഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിമ്പിൾ സ്ട്രക്ചറാണ് നമ്മൾ വൈറസ് എന്ന് പറയുന്നത്. ഈ വൈറസിന് പ്രത്യേകിച്ച് അങ്ങനെ ഓർഗനൽസ് ഒന്നും ഇല്ല. ഈ വൈറസ് ഒരു ജീവനുള്ള ഒരു ഹോസ്റ്റ് സെൽസിൻ്റെ അകത്തോട്ട് കയറിയതിന് ശേഷമാണ് ഇത് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴാണ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു ജീവനുള്ള ഒരു മനുഷ്യൻ്റെ, അല്ലെങ്കിൽ പ്ലാന്റ്സ് ആവാം, അനിമൽസ് ആവാം, ബാക്ടീരിയ ആവാം, ഏതും ആവാം, അതിൻ്റെ അകത്ത് ഈ വൈറസ് കയറിയതിന് ശേഷം അതിൻ്റെ ജനറ്റിക് മെക്കാനിസത്തിന് ഇത് കോപ്പി ചെയ്യുന്നു. അതിനുശേഷമാണ് ഇത് എന്ത് ചെയ്യുന്നത്? റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ വൈറസിനെ പറ്റി ഒരു ചെറിയ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. വൈറസ് ഹാസ് എ സിമ്പിൾ സ്ട്രക്ചർ വിത്ത് DNA ഓർ RNA മോളിക്യൂൾ വിത്തിൻ എ പ്രോട്ടീൻ കോട്ട്. വൈറസ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ സ്ട്രക്ചറാണ്. RNA, DNA മോളിക്യൂളുള്ള ഒരു സ്ട്രക്ചറാണ്. അതിന് ചുറ്റും എന്താണ്? ഒരു പ്രോട്ടീൻ കോട്ട് കാണാൻ സാധിക്കും. വൈറസ് ഹാസ് നോ ഓർഗനൽ as seen in the normal cells. ഈ വൈറസിന് പ്രത്യേകിച്ച് അങ്ങനെ ഓർഗനൽസ് ഒന്നുമില്ല. ഹെൻസ് ദ വൈറസ് മൾട്ടിപ്ലൈസ് ബൈ ടേക്കിംഗ് കൺട്രോൾ ഓവർ ദ ജനറ്റിക് മെക്കാനിസംസ് ഓഫ് ദ ഹോസ്റ്റ് സെൽസ്. ഹോസ്റ്റ് സെൽസിൻ്റെ അകത്ത് കയറിയതിനു ശേഷം അതിന് ജനറ്റിക് മെക്കാനിസത്തിനെ കൺട്രോൾ ചെയ്തിരുന്നു. അതിന് ജനറ്റിക് മെക്കാനിസത്തിനെ കൺട്രോൾ എടുത്തതിന് ശേഷമാണ് ഇത് എന്ത് ചെയ്തത്? റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്. റെപ്ലിക്കേഷൻ മീൻ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. വൈറസ് എന്ന് പറയുന്നത് നോട്ട് ഓൺലി എഫക്ട് ദ ഹ്യൂമൻ, മനുഷ്യന് മാത്രമല്ല വൈറസ് എഫക്റ്റ് ചെയ്യുന്നത്. വേറെ ആരൊക്കെയാണ്? ബട്ട് ഓൾസോ പ്ലാന്റ്സ്, ചെടികൾ, അനിമൽസ്, ആൻഡ് ഈവൻ ദോ ബാക്ടീരിയനെ വരെ വൈറസ് എഫക്റ്റ് ചെയ്യുന്നതാണ്. ക്ലിയർ അല്ലേ? ഇത് പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. കണ്ണടച്ച് ആദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഈ വൈറസിന് ഇത് വായിച്ചതിന് ശേഷം ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, നിങ്ങൾ കണ്ണടയ്ക്കുക. കടച്ചതിന് ശേഷം വൈറസ് എന്താണ്? വൈറസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സ്ട്രക്ചറാണ്. ഒരു RNA, DNA മോളിക്യൂളുള്ള ഒരു സിമ്പിൾ സ്ട്രക്ചറാണ്. അത് നിങ്ങൾ ടെക്സ്റ്റിൽ കാണാൻ പറ്റുന്ന ഇങ്ങനെ ഇരിക്കുന്നു വൈറസ്. അതിന് ചുറ്റും എന്ത് കാണാൻ പറ്റുന്നു? ഒരു പ്രോട്ടീൻ കോട്ടഡ് ആണ് അതിന് ചുറ്റും. പിന്നെ എന്താണ്? ഈ വൈറസിന് അങ്ങനെ സെൽ ഓർഗനലൊന്നുമില്ല. ഈ വൈറസ് എങ്ങനെയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുക? എപ്പോഴാണ് റെപ്ലിക്കേറ്റ് ചെയ്യുക? വെറുതെ ഇരിക്കുമ്പോൾ വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്യാറില്ല. അതൊരു ജീവനുള്ള ഹോസ്റ്റൽസിനകത്ത് കയറിയ ശേഷം മാത്രമേ വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്യാറുള്ളൂ. ജീവനുള്ള ഹോസ്റ്റൽസിനകത്ത് കയറുന്നു. അങ്ങനത്തെ എന്താണ്? ആ സെൽസിൻ്റെ അകത്ത് കയറിയതിനു ശേഷം അതിൻ്റെ ജനറ്റിക് മെക്കാനിസത്തിനെ ഫുള്ളും കൺട്രോൾ ചെയ്യുന്നു. കൺട്രോൾ അത് ഫുള്ളും കൺട്രോളിൽ എടുത്തതിന് ശേഷം എന്താണ്? റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നു. ഈ വൈറസ് എന്ന് പറയുന്നത് മനുഷ്യനെ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്. ഈവൻ ദോ ആരൊക്കെ എഫക്റ്റ് ചെയ്യുന്നു? നമ്മുടെ അനിമൽസിനെ, പ്ലാന്റ്സിനെ, ബാക്ടീരിയനെ, ഇവയെല്ലാം എഫക്റ്റ് ചെയ്യുന്നു. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വൈറൽ ഡിസീസിനെ പറ്റിയാണ്. ആദ്യമേ പറഞ്ഞു ഫസ്റ്റ് ഡിസീസ് നിങ്ങൾ ടെക്സ്റ്റ് പറഞ്ഞത് നിപ്പ വൈറസ്. നിപ്പ വൈറസ് എന്തുവാണ്? നിപ്പ വൈറസ് നമ്മളെ കേരളം ഭയങ്കര സക്സസ് ആയിട്ട് നേരിട്ട ഒരു അസുഖമായിരുന്നു നിപ്പ വൈറസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 0 കേസസ് ആണ് നിപ്പ വൈറസ്. ഭയങ്കര ശക്തിയോടുകൂടി, ധീരതയോടുകൂടി നമ്മളെല്ലാം നേരിട്ട ഒരു ഡിസീസ് കണ്ടീഷനായിരുന്നു നിപ്പ വൈറസ്. അപ്പോൾ നിപ്പ വൈറസിനെ പറ്റി നോക്കാം. തൊട്ട് താഴെ നിങ്ങൾക്ക് ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഡയഗ്രാം നോക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നിപ്പ വൈറസ് ആണ്. നിപ്പ വൈറസ് എങ്ങനെ സ്പ്രെഡ് ചെയ്യും നമുക്ക് നോക്കാം. നിപ്പ വൈറസിൻ്റെ വെക്ടർ എന്ന് പറയുന്നത് ബാറ്റ്സ് ആണ്, വവ്വാലാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം പറഞ്ഞതിന് ശേഷം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡയഗ്രത്തിലോട്ട് പോകാം. അപ്പോൾ ഈ വവ്വാല് കടിച്ച പഴങ്ങൾ അത് മനുഷ്യൻ കഴിക്കുവാണെങ്കിലോ അത് പന്നി കഴിക്കുവാണെങ്കിലോ മനുഷ്യരിലും ഈ വൈറസ് വരുന്നു, പന്നിയിലും ഈ വൈറസ് വരുന്നു. ക്ലിയർ? അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തോ സലേവ ആൻഡ് യൂറിൻ ഓഫ് ദ ബാറ്റ്സിൻ്റെ സലേവ ആയിരുന്നാലും യൂറിനിലായിരുന്നാലും ഇത് എങ്ങനെയെങ്കിലും മനുഷ്യരിൽ എത്തുകയോ അല്ലെങ്കിൽ ഇത് പന്നിയാണെങ്കിൽ അവിടുത്തെ മണ്ണോ എന്തെങ്കിലും ചപ്പുചവറുകളൊക്കെ അതിൽ യൂറിനോ അതിനെ സലൈവ എന്തെങ്കിലും ടച്ച് ചെയ്തിട്ടുള്ള സാധനങ്ങൾ പന്നി കഴിക്കുകയാണെങ്കിലോ അതിൽ നിന്ന് പന്നിയിലോട്ട് വരുന്നു. ഈ പന്നി വീണ്ടും മനുഷ്യൻ കഴിക്കുന്നു. എന്തിലൂടെ? പന്നി ഇറച്ചിയിലൂടെ. അത് വീണ്ടും മനുഷ്യൻ ഇൻജസ്റ്റ് ചെയ്യുവാണ്. കഴിഞ്ഞതിന് ശേഷം ഇത് ആർക്കോട്ട് സ്പ്രെഡ് ചെയ്യുന്നു? അനിമൽസ് ടു ഹ്യൂമൻ. വീണ്ടും ഇത് ആരിലോട്ട് എത്തുവാണ്? മനുഷ്യനിലോട്ട് എത്തുവാണ്.
അപ്പോൾ ഇതാണ് നിപ്പ വൈറസിലെ ഒരു സ്ട്രക്ചർ നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ബാറ്റ് ഈസ് എ വെക്റ്റർ. ബാറ്റിൻ്റെ എന്താണ് അത് കഴിച്ച പഴങ്ങളോ ഫ്രൂട്ട്സോ കാരണമാവാം, അല്ലെങ്കിൽ അതിൻ്റെ സലൈവയോ യൂറിനോ വഴിയാവാം. അത് മനുഷ്യനിലോട്ട് എത്തുന്നു, പന്നിയിലോട്ട് എത്തുന്നു. പന്നി വഴി ആറിലോട്ട് എത്തുന്നു, മനുഷ്യനിലോട്ട് എത്തുന്നു. അതെങ്ങനെ പന്നി വഴി മനുഷ്യനിലോട്ട് എത്തുന്നു? മനുഷ്യനിൽ നിന്ന് പന്നി ഇറച്ചി കഴിക്കുന്നതിലൂടെ കറക്റ്റായിട്ട് വേവിക്കാത്ത ഇതിലൂടെയൊക്കെ എന്ത് സംഭവിക്കുന്നു? ഇത് മനുഷ്യനിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഈ നിപ്പ വൈറസ് ഉണ്ടാകുമ്പോൾ നമുക്ക് വരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് പനി ഉണ്ടാവാം, തലവേദന, ഹെഡേക്ക് ഉണ്ടാവാം, ഭയങ്കരമായിട്ട് ബോഡി പെയിൻ ഉണ്ടാവാം. നെക്സ്റ്റ് എന്ത് വരും? അടുത്ത് പറയുന്നത് നമുക്ക് കഫ് ഉണ്ടാകും. പിന്നെ നമ്മളെ ഇത് എഫക്റ്റ് ചെയ്യുന്നത് നമ്മളെ റെസ്പിറേറ്ററി ട്രാക്റ്റിനാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. നമ്മളെ ശ്വാസകോശങ്ങളെ ഫുള്ളും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ലീഡ് ടു ഡെത്ത്, നമ്മളെ മരണത്തിലോട്ട് വരെ നയിക്കാൻ വേണ്ടി കാരണമാകുന്നു നിപ്പ വൈറസ്. അതുകൊണ്ടാണ് നിപ്പ വൈറസ് വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗവൺമെൻറ് പറഞ്ഞു തന്നതും അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ നടന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ അതിനെ സക്സസ് ആയിട്ട് നമ്മൾ അത് നിപ്പ വൈറസ് 0 കേസസ് ആയിട്ട് മാറാൻ കാരണം. ക്ലിയർ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എയ്ഡ്സിലോട്ട് കിടക്കാം. എയ്ഡ്സിൻ്റെ ഫുൾ ഫോം എന്താണ്? അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഓക്കെ, അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ് എയ്ഡ്സിൻ്റെ ഫുൾ ഫോം. ഈ എയ്ഡ്സ് ആരാ കോസ് ചെയ്യുന്നത്? എയ്ഡ്സ് കോസ് ചെയ്യുന്നതാണ് HIV. HIV വൈറസിൻ്റെ ഫുൾ ഫോം എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. എന്താണ് ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസി? നമ്മുടെ മനുഷ്യൻ്റെ ഇമ്മ്യൂണിറ്റിയിലുള്ള കുറവ് വൈറസ്. അങ്ങനെയാണ് ആ ഒരു വൈറസിന് ആ ഒരു പേര് വരാൻ കാരണം. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റിനെ എഫക്റ്റ് ചെയ്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ നശിപ്പിക്കുന്നു ആ വൈറസ്. അതുകൊണ്ട് തന്നെയാണ് ആ പേര് വരാൻ കാരണമാവാം. അപ്പോൾ അതാണ് HIV വൈറസ്. അപ്പോൾ നമ്മൾ എയ്ഡ്സ് ഉണ്ടാവാൻ കാരണമാകുന്ന വൈറസ് ആരാണ്? HIV വൈറസ് ആണ്. എയ്ഡ്സ് ഈസ് കോസ്ഡ് ബൈ HIV വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എയ്ഡ്സ് പഠിക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ഈ എയ്ഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ HIV വൈറസ് ആരെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ലിംഫോസൈറ്റ്സിനാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ലിംഫോസൈറ്റ്സ് എവിടെ കാണാൻ പറ്റും? ബ്ലഡിൽ കാണാൻ പറ്റും. ബ്ലഡിലെ കമ്പോണൻസ് എന്താണെന്ന് ആദ്യം അറിയണം. എന്തൊക്കെയാണ് ബ്ലഡിലെ കമ്പോണൻസ്? ബ്ലഡിൽ എന്തൊക്കെയുണ്ട്? RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, പ്ലാസ്മയുണ്ട്. ഓക്കെ, ഈ രണ്ടാമത് പറഞ്ഞ WBCനെയാണ് ആര് എഫക്റ്റ് ചെയ്യുന്നത്? HIV വൈറസ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ WBCക്കകത്ത് 5 കമ്പോണൻസ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ലിംഫോസൈറ്റ്സ്, ബേസോഫിൽ, ഇസ്നോഫിൽ, മോണോഫിൽ, ന്യൂട്രോഫിൽ. 5 കമ്പോണൻസ് ആണ് ഉള്ളത്. ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളിപ്പോൾ WBCനാണ് ഈ HIV എന്ന് പറയുന്ന വൈറസ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ഈ WBCക്കകത്ത് വരുന്ന 5 കമ്പോണൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ലിംഫോസൈറ്റ്, ബേസോഫില്, ഇസ്നോഫിൽ, മോണോസൈറ്റ്, ന്യൂട്രോഫിൽ. ഓക്കെ, ഈ ലിംഫോസൈറ്റിൻ്റെ അകത്ത് വരുന്ന വീണ്ടും കുറച്ച് കമ്പോണൻസ് ഉണ്ട്. CD4 സെൽസ്, CD8 സെൽസ്, T സെൽസ്, പിന്നെ എന്താണ് നാച്ചുറൽ കില്ലർ സെൽസ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. ഒരേ ഒരു കാര്യം നിങ്ങൾ ടെക്സ്റ്റിൽ അത് പറഞ്ഞ് ചിലപ്പോൾ എക്സാമിന് ചിലപ്പോൾ ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ പേരൊന്ന് അറിഞ്ഞിരിക്കുക. ഈ ലിംഫോസൈറ്റ്സ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഈ ലിംഫോസൈറ്റ്സിൻ്റെ അകത്തും 4-5 കമ്പോണൻസ് ഉണ്ടെന്ന്. ഒന്നാമത്തെ ഒരു CD4 സെൽസ് ഉണ്ട്. CD4 സെൽസിൻ്റെ വേറൊരു പേരാണ് ഹെൽപ്പർ സെൽസ് എന്ന് പറയും. CD4 സെൽസ്, CD8 സെൽസ്, T സെൽസ്, നാച്ചുറൽ കിൽ സെൽസ് എന്ന് പറഞ്ഞിട്ട് കില്ലർ സെൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമ്പോണൻസ് ലിംഫോസൈറ്റ്സിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ ലിംഫോസൈറ്റ്സിലുള്ള CD4 സെൽസ് ആണ് ഹെൽപ്പർ സെൽസ്. ഹെൽപ്പർ സെൽസ് എന്ത് സഹായിക്കുന്നു? നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ എന്ന് വെച്ചാൽ എന്ത് ഇൻഫെക്ഷൻ വന്നാലും ബാക്ടീരിയക്കെതിരെ, വൈറസിനെതിരെ, എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? ഈ CD4+ സെൽസ് ആണ്. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ലിംഫോസൈറ്റ്സ് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ലിംഫോസൈറ്റ്സ് തന്നെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. CD4 സെൽസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഹെൽപ്പർ സെൽസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റിനെ എല്ലാ വിധത്തിലും ബൂസ്റ്റപ്പ് ചെയ്ത് നിർത്താനും നമ്മളെ എല്ലാവിധ അസുഖങ്ങളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് കവർ ചെയ്ത് നിർത്തുന്നത് ആരാണ്? ലിംഫോസൈറ്റ്സിലുള്ള CD4 സെൽസ് ആണ്. അപ്പോൾ ഈ ലിംഫോസൈറ്റ്സ് ഇപ്പോൾ HIV ഉള്ള വൈറസിലുള്ള ആളുടെ അടുത്ത് നിന്ന് എനിക്ക് വൈറസ് കിട്ടി.
ആ വൈറസ് എൻ്റെ ശരീരത്തിൻ്റെ അകത്തോട്ട് കയറുന്നു. അപ്പോൾ അത് ഏത് വഴി കയറാം നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ ശരീരത്തിലോട്ട് കയറുന്നത്. ചിലപ്പോൾ സെക്ഷൽ കോൺടാക്റ്റ് വഴിയിട്ടായിരിക്കാം, ചിലപ്പോൾ അവർ യൂസ് ചെയ്ത് ഇഞ്ചക്റ്റ് ആയിട്ടുള്ള നീഡിൽ വഴിയിട്ടായിരിക്കും നമ്മൾ ബ്ലഡിലോട്ട് കയറുന്നതിന് ശേഷം നമ്മൾ ലിംഫോസൈറ്റ്സിനെ ചെന്ന് എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ലിംഫോസൈറ്റ്സിലുള്ള CD4 സെൽസിനെ ഇത് എഫക്റ്റ് ചെയ്യണം. ലിംഫോസൈറ്റ്സിനെ ഇത് എഫക്റ്റ് ചെയ്തതിന് ശേഷം ഈ അവിടെ ഉള്ള ജനറ്റിക് മെക്കാനിസത്തിനെ ഫുള്ളും ഇത് കൺട്രോൾ ചെയ്യുന്നു. ടേക്കിംഗ് കൺട്രോൾ ചെയ്തതിന് ശേഷം ആ ലിംഫോസൈറ്റ്സിൻ്റെ അകത്ത് നിന്ന് തന്നെ വൈറസ് വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും, ആ ലിംഫോസൈറ്റ്സിൻ്റെ ഫുൾ പവറും പോകും. കാരണം ഈ വൈറസ് അതിൽ നിന്ന് തന്നെ ഈ വൈറസിൻ്റെ സെയിം ജനറ്റിക് മെക്കാനിസത്തിലുള്ള ആൾക്കാർ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫോർ എക്സാമ്പിൾ ഇതെന്ന് പറയുന്ന ലിംഫോസൈറ്റ്സ് നിങ്ങൾ ഉദ്ദേശിക്കുക. വൈറസ് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിയോടെ വൈറസ് ലിംഫോസൈറ്റ്സിൻ്റെ അകത്ത് എത്തിയതിന് ശേഷം ഈ സെയിം നമ്മളെ ഇതിലുള്ള ജനറ്റിക് മെക്കാനിസത്തിനൊക്കെ ഇത് കൺട്രോൾ ചെയ്തതിന് ശേഷം ഇതിന്ന് 1, 2, 3, 4 ആയിരക്കണക്കിൽ സെയിം ആയിട്ടുള്ള കുറേ വൈറസ് നമ്മുടെ ബോഡിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ലിംഫോസൈറ്റ്സിൻ്റെ ശക്തി എല്ലാം പോയതിനു ശേഷം എന്ത് ചെയ്യും, ഈ വൈറസ് ചെന്ന് അടുത്ത CD4 അല്ലെങ്കിൽ അടുത്ത ലിംഫോസൈറ്റ്സിനെ അറ്റാക്ക് ചെയ്യും. അത് ഫുള്ളും അങ്ങനെ അവിടെ നിന്ന് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യും. കുറേ വൈറസിനെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ചെന്ന് അടുത്ത വൈറസിന് ചെന്ന് അടുത്ത ലിംഫോസൈറ്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ബോഡിക്കകത്തുള്ള കംപ്ലീറ്റ് ലിംഫോസൈറ്റ്സിനെ വൈറസ് ചെന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ഗതി പറയേണ്ടതുണ്ടോ, മനുഷ്യൻ ഫുൾ ടയേർഡാവും കാരണം ഹ്യൂമണിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പ്രതിരോധ ശക്തി ഒരു വ്യക്തിക്ക് ലിംഫോസൈറ്റ്സ് ഒരു പരിധി വരെ ഉണ്ട്. അതിൽ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനൊരിക്കലും റെസിസ്റ്റൻ്റ് ആയിട്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കൊരു ചെറിയൊരു പനി അല്ലെങ്കിൽ ചെറിയൊരു ജലദോഷം വന്നാൽ പോലും അത് ന്യൂമോണിയായി മാറുന്നു. ചെറിയൊരു ചുമ വന്നാൽ പോലും ബ്രോങ്കൈറ്റിസ് ആവുന്നു. അങ്ങനത്തെ പറയുന്ന കുറേ അസുഖങ്ങൾ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് അസുഖം മൈനർ ഡിസീസിൽ നിന്ന് അത് മേജർ ഡിസീസിലോട്ട് കൊണ്ടുവന്നു. കാരണം എന്താ, നമ്മളെ ബോഡിക്കകത്ത് പ്രതിരോധിക്കുക, നമ്മളെ ഡിഫെൻഡ് ചെയ്ത് നിർത്താൻ അവിടെ ആരില്ല. ലിംഫോസൈറ്റ്സിലുള്ള ഹെൽപ്പർ സെൽസും നാച്ചുറൽ കില്ലർ സെൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ അസുഖം ഈ പറഞ്ഞ എയ്ഡ്സ് എന്ന് പറയുന്നത് പണ്ടും ഇപ്പോഴും മാരകമായ ഒരു രോഗമായിട്ട് തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് മെഡിസിൻസൊക്കെ ഉണ്ട്, അങ്ങനെ പേടിക്കാനൊന്നുമില്ല. നമുക്കൊരുവിധം കൺട്രോൾ ചെയ്തൊക്കെ നിർത്താൻ വേണ്ടി സാധിക്കും ഇപ്പോഴൊക്കെ. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എയ്ഡ്സ് എന്ന് പറഞ്ഞു അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ഈസ് ഡ്രെഡ്ഫുൾ ഡിസീസ് ദാറ്റ് ഹാസ് ഗ്രിപ്ഡ് ബൈ ദ വേൾഡ് ബൈ ഫിയർ. പേടിയോടുകൂടി കണ്ടിരുന്ന ഒരു ഡിസീസായിരുന്നു എയ്ഡ്സ് എന്ന് പറയുന്നത്. ലിംഫോസൈറ്റ്സ് പ്ലേ എ മേജർ റോൾ ഇൻ പ്രൊവൈഡിങ് ഇമ്മ്യൂണിറ്റി ടു ദ ബോഡി. ഞാൻ പറഞ്ഞു ലിംഫോസൈറ്റ്സ് ആണ് നമ്മുടെ ശരീരത്തിൽ ഒരു ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തിക്ക് മേജർ റോൾ നൽകുന്നത് ആരാണ്, ലിംഫോസൈറ്റ്സ് ആണ്. HIV ഈസ് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എൻറ്റേഴ്സ് ദ ബോഡി. കണ്ടോ, ഈ വൈറസ് നമ്മുടെ ബോഡിക്കകത്തോട്ട് കയറിന് ശേഷം മൾട്ടിപ്ലൈസ് യൂസിങ് ദ ജനറ്റിക് മെക്കാനിസം ഓഫ് ദ ലിംഫോസൈറ്റ്സിൻ്റെ ജനറ്റിക് മെക്കാനിസം യൂസ് ചെയ്ത് തന്നെ ആര് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഈ HIV വൈറസ് വില്ലനാണെന്ന് മനസ്സിലായില്ലേ, ഈ HIV വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഹെൻസ് ദ നമ്പർ ഓഫ് ലിംഫോസൈറ്റ്സ് ഡിക്രീസസ്. ഇത് അതിൻ്റെ ജനറ്റിക് മെക്കാനിസം യൂസ് ചെയ്ത് തന്നെ വീണ്ടും വൈറസ് ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലിംഫോസൈറ്റ്സിൻ്റെ കാര്യം പറയേണ്ടതുണ്ട്. അങ്ങനെ ലിംഫോസൈറ്റ്സിൻ്റെ നമ്പർ കംപ്ലീറ്റ് കുറയുന്നു ആൻഡ് കൺസിഡറബിളി റെഡ്യൂസസ് ദ ഇമ്മ്യൂണിറ്റി ഓഫ് ദ ബോഡി. അങ്ങനെ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധ ശക്തി ഫുള്ളും ലോ ആവുന്നു, ലെസ് ആവുന്നു. Various other pathogens which enter in the body in such situation makes the condition of the AIDS even more fatal. അങ്ങനത്തെ കാരണം നമ്മളെ ബോഡിക്കകത്ത് പ്രതിരോധ ശക്തി ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് വീണ്ടും കുറേ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മേ ബി ക്യാൻസറൊക്കെ വരും, സാക്രോമ വരും. കാരണം നമ്മളെ ബോഡിക്കകത്ത് പ്രതിരോധ കാരണം ലിംഫോസൈറ്റ്സ് ഭയങ്കര കുറവാകുമ്പോൾ നമ്മളെ ബോഡിക്കകത്ത് ഇങ്ങനെ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ ഇൻഫെക്ഷൻസും ഡിസീസ് കണ്ടീഷൻസും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനാകുമ്പോൾ മനുഷ്യൻ്റെ കാര്യത്തിൽ കുറച്ച് റിസ്ക് കൂടുതലാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഹൗ ഡസ് ദ HIV മൾട്ടിപ്ലൈസ് ഇൻ ദ ബോഡി. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മളെ നോർമലായിട്ടുള്ള ഒരു അഡൽറ്റിൻ്റെ ശരീരത്തിൽ എത്ര ലിംഫോസൈറ്റ്സ് കാണാം. 1 മില്ലി ബ്ലഡിൽ 1000 മുതൽ 4800 ലിംഫോസൈറ്റ്സ് വരെ മനുഷ്യൻ്റെ ശരീരത്തിൽ കാണാം, നോർമൽ അഡൽറ്റ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് HIV എങ്ങനെയൊക്കെ പകരാം, അതിൻ്റെ കാരണങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ത്രൂ സെക്ഷൽ കോണ്ടാക്ട് വിത്ത് HIV ഇൻഫെക്റ്റഡ് പേഴ്സൺസ്. HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം, HIV വരേണ്ട സാധ്യത മോർ റിസ്ക് ആണ്. അടുത്തതാണ് ഫ്രം HIV ഇൻഫെക്റ്റഡ് മദർ ടു ദ ഫീറ്റസ്. HIV ഉള്ള അമ്മയിൽ നിന്ന്
ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിലോട്ട് പകരാം. അടുത്ത് വരുന്നത് ബൈ ഷെയറിംഗ് ദ നീഡിൽ ആൻഡ് സിറിഞ്ച് കണ്ടാമിനേറ്റഡ് വിത്ത് HIV കമ്പോണൻസ്. HIV ഉള്ള പേഷ്യൻസ് ഉപയോഗിച്ച നീഡിൽ അടുത്ത ആളുകൾക്ക് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ നമുക്ക് HIV വരേണ്ട സാധ്യത കൂടുതലാണ്. ത്രൂ ദ റിസപ്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഓർഗൻസ് കണ്ടാമിനേറ്റഡ് ബൈ ദ HIV. ഈ നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്ലഡ് ഇപ്പോൾ HIV പേഷ്യൻറ്റിൻ്റെ ബ്ലഡാണെന്ന് അറിയാതെ വേറൊരാൾക്ക് നമ്മൾ ബ്ലഡ് കൊടുക്കുവാണെങ്കിൽ അതും ഭയങ്കര റിസ്ക്കാണ്. പിന്നെ ഈ ഓർഗൻ ഡൊണേഷൻ വരുന്ന സമയത്ത് HIV ഉള്ള പേഷ്യൻസിൻ്റെ ഓർഗൻ വേറെ ആർക്കും ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല. അത് കണ്ടുപിടിക്കാതെ ആ ഓർഗൻ മറ്റുള്ള ആൾക്ക് കിട്ടുവാണെങ്കിലും അങ്ങനെ ആ വ്യക്തിക്ക് HIV വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എയ്ഡ്സ് ഡസ് നോട്ട് സ്പ്രെഡ്. എയ്ഡ്സ് ഇതെല്ലാവരും മനസ്സിലാക്കിയിരിക്കും. എല്ലാവരുടെ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. നമ്മൾ എയ്ഡ്സ് ഉള്ള വ്യക്തിയുടെ കൂടെ ഇരുന്ന് കഴിച്ചാൽ ഹഗ് ചെയ്താലൊക്കെ നമുക്ക് എയ്ഡ്സ് വരുമെന്ന് തെറ്റായ ധാരണയാണ്. നമുക്ക് നോക്കാം. ബൈ ടച്ച് എയ്ഡ്സ് ഡസ് നോട്ട് സ്പ്രെഡ്. നോക്കാം. ബൈ ടച്ച് ചെയ്യുക എയ്ഡ്സ് പകരുമോ? ഇല്ല. ഷേക്കിംഗ് ഷേക്ക് ഹാൻഡ്സ് കൊടുത്താൽ ഒരിക്കലും പകരത്തില്ല. കഫിങ് സ്നീസിങ് അങ്ങനെയൊന്നും എയ്ഡ്സ് പകരേണ്ട സാധ്യത ഇല്ല. ത്രൂ ദി ഇൻസെക്ട്സ് ലൈക്ക് മൊസ്കിറ്റോ ഹൗസ് ഫ്ലൈസ് അങ്ങനെയൊന്നും എയ്ഡ്സ് പകരത്തില്ല. ബൈ സ്റ്റേയിങ് ടുഗദർ ആൻഡ് ഷെയർ ദ ഫുഡ്. ഇപ്പോൾ എയ്ഡ്സ് ഉള്ള വ്യക്തിയുമായിട്ട് നമ്മൾ ഒരുമിച്ച് നിന്നാലോ അവർ കഴിക്കുന്ന സെയിം പ്ലേറ്റിൽ ഇത് നമ്മൾ കഴിച്ചാലോ അങ്ങനെയൊന്നും നമുക്ക് എയ്ഡ്സ് വരേണ്ട സാധ്യത വളരെ കുറവാണ്. ബൈ യൂസിങ് ദ സെയിം ടോയ്ലറ്റ് യൂസ് ചെയ്താലൊന്നും എയ്ഡ്സ് വരത്തില്ല. ബൈ ടേക്കിംഗ് ദ ബാത്ത് ഇൻ ദ സെയിം പോണ്ടിൽ നമ്മൾ ബാത്ത് എടുക്കുവാണെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് എയ്ഡ്സ് വരേണ്ട സാധ്യത കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് എയ്ഡ്സിൻ്റെ ഒരു ജസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ വളരെ കുറച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ CD4 സെൽസ് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയെങ്കിൽ നിങ്ങളത് ലിംഫോസൈറ്റ്സിൻ്റെ പാർട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ടെക്സ്റ്റിൽ ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇനി അങ്ങോട്ട് ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് CD4 സെൽസ്, T സെൽസ്, നാച്ചുറൽ കില്ലർ സെൽസ് ഇതിനെ പറ്റിക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ എക്സാമിന് അഥവാ CD4 സെൽസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരും പേടിക്കരുത്. CD4 സെൽസ് എന്ന് പറയുന്നത് ലിംഫോസൈറ്റ്സ് ആണ് എക്സാം ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. അവിടെ നിങ്ങൾ മാർക്ക് കുറഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഞാനൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. CD4 സെൽസ് എന്ന് പറയുമ്പോൾ എക്സാമിന് CD4 സെൽസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആരും കൺഫ്യൂഷൻ ആവാതെ അത് പഠിപ്പിച്ചിട്ടില്ലെന്ന് പറയരുത്. CD4 സെൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലിംഫോസൈറ്റ്സ് ആണ്. ലിംഫോസൈറ്റ്സിൻ്റെ പാർട്സ് ആണ് CD4 അല്ലെ കമ്പോണൻസ് ആണ് CD4 സെൽസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ഡിസീസ് കണ്ടീഷനാണ് എന്താണ്? ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് എഫക്റ്റ് ചെയ്യുന്നതാണ് ലിവറിനാണ് ഇത് കംപ്ലീറ്റ്ലി എഫക്റ്റ് ചെയ്യുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ഒരു വൈറസേനാണ് ഈ ഹെപ്പറ്റൈറ്റിസും കോസ് ചെയ്യുന്നത്. വൺസ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ അത് ലിവറിൻ്റെ അകത്തോട്ട് എത്തിയതിനു ശേഷം ലിവറിൻ്റെ അകത്തുള്ള സെൽസിനെ ഇത് ബാധിക്കുന്നു, സെൽസിനെ എഫക്റ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ലിവറിൻ്റെ അകത്തുള്ള സെൽസിനെ നമ്മൾ എന്ത് പറയുന്നു? ഹെപ്പാറ്റോസൈറ്റ്സ്. ഹെപ്പറ്റൈറ്റിസ് എന്ന പേരെന്താണ്? ലിവറിനെ ബാധിച്ചതുകൊണ്ടാണ് ആ അസുഖം ഹെപ്പറ്റൈറ്റിസ് എന്ന് വന്നത്. അപ്പോൾ ലിവറിൻ്റെ അകത്തുള്ള സെല്ലുകളെ പറയുന്ന പേര് ഹെപ്പാറ്റോസൈറ്റ്സ് എന്ന് പറയുന്നു. ഇത് അവിടെ പോയി ഈ വൈറസ് ലിവറിൻ്റെ അകത്ത് കയറി ഹെപ്പാറ്റോസൈറ്റ്സിനെ ഫുള്ളും എഫക്റ്റ് ചെയ്യുന്നു. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഹെപ്പാറ്റോസൈറ്റ്സ് എന്ന് പറയുന്നത് ലിവറിൻ്റെ സെൽസിനെ നമ്മൾ പറയുന്നതാണ് ഹെപ്പാറ്റോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് അവിടെ ചെന്ന് ഈ വൈറസ് നമ്മൾ ഹെപ്പാറ്റോസൈറ്റ്സിനെ ഫുള്ളും ഡാമേജ് ചെയ്ത് ഈ ലിവറിൻ്റെ ഫങ്ഷൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലിവർ സെക്രീറ്റ് ചെയ്യുന്നതാണ് ബൈൽ എന്ന് പറയുന്നത്. ബൈൽ പിഗ്മെൻറ്റിൻ്റെ പറയുന്ന പേരാണ് നമ്മൾ ബിലിറൂബിൻ എന്ന് പറയുന്നത്. വൺസ് ഈ വൈറസ് ലിവറിൻ്റെ അകത്തുള്ള സെൽസിന് ഹെപ്പാറ്റോസൈറ്റ്സിന് ഫുള്ളും ബാധിച്ച് ഡാമേജ് ആക്കി കഴിഞ്ഞാൽ ഈ ബൈലിൻ്റെ ഫ്ലോയ്ക്ക് തടസ്സം ഉണ്ടാകുന്നു. ബൈല് കറക്റ്റായിട്ട് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ലിവറിൻ്റെ അകത്ത് സാധിക്കുന്നില്ല. നമ്മളെ ഫാറ്റ്സിനൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ആര് ഹെൽപ്പ് ചെയ്യുന്നു? ലിവറാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നോക്കാം, നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്നത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഹെപ്പറ്റൈറ്റിസ് ഇസ് എ ലിവർ ഡിസീസ്. ഹെപ്പറ്റൈറ്റിസ് ഈസ് ഓൾസോ കോസ്ഡ് ബൈ ദ വൈറസ്. എനിക്കൊരു എക്സ്പ്ലനേഷൻ വേണ്ട. വൈറസാണ് ഇത് ബാധിക്കുന്നത്, വൈറസാണ് കോസ് ചെയ്യുന്നത്. ദെൻ ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ ഈസ് എ മേജർ സിംറ്റം. നമ്മളെ ലിവർ ഇൻഫ്ലേറ്റ് ആവുന്നു, തടി വയ്ക്കുന്നു, വീർത്ത് കെട്ടുന്നു. അതാണ് ഇതിൻ്റെ മേജർ സിംറ്റം എന്ന് പറയുന്നത്. വെൻ ദ ഫ്ലോ ഓഫ് ദ ബൈൽ സെക്രീറ്റഡ് ബൈ ദ ലിവർ ഈസ് ബ്ലോക്ക്ഡ്. നമ്മൾ ലിവറിൻ്റെ അകത്ത് ഈ ബൈലിൻ്റെ ഫ്ലോ കംപ്ലീറ്റ് ബ്ലോക്ക് ആവുന്നു. ആൻഡ് ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ബൈൽ പിഗ്മെൻറ്റ് ഈസ് കോൾഡ് ആസ് ബിലിറൂബിൻ. ബൈലിൻ്റെ പിഗ്മെൻറ്റ് നമ്മൾ എന്ത് പറയുന്നു? ബിലിറൂബിൻ എന്ന് പറയുന്നു. ഇത് കംപ്ലീറ്റ് ആയിട്ട് കൂടി ബ്ലഡിലോട്ട് റിലീസ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ വരുമ്പോഴാണ് ദിസ് ഇമ്പാക്ട് ഡാർക്ക് യെല്ലോ കളർ ടു ദ മ്യൂക്കസ് മെമ്പർ. നമ്മൾ മ്യൂക്കസ് മെമ്പറിലൊക്കെ ഡാർക്ക് യെല്ലോ കളർ ആവുന്നു. വൈറ്റ് പോർഷൻ ഓഫ് ദ ഐസ്, നമ്മളെ കണ്ണിന് ചുറ്റും ഈ കണ്ണിന് ചുറ്റും യെല്ലോ കളർ ആവുന്നു. അതുപോലെ തന്നെ നെയിൽസിൽ. പിന്നെന്താണ്? ദിസ് ഈസ് ദ എക്സ്റ്റേണൽ സിംറ്റം ഓഫ് ദ ഡിസീസ്. ഇതൊക്കെയാണ് പുറമേ കാണുന്ന സിംറ്റംസ്. നോക്കണേ, ദിസ് ഈസ് ദ എക്സ്റ്റേണൽ സിംറ്റം ഓഫ് ദ ഡിസീസ്. ഇതാണ് പുറമേ കാണുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്.
ഡിസീസ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. കണ്ടാമിനേറ്റഡ് ഉള്ള മലിനീകരണമായ ഫുഡിൽ നിന്നും വാട്ടറിൽ നിന്നും ഇത് പകരേണ്ട സാധ്യത ഉണ്ട്. ബ്ലഡ് കമ്പോണൻസ് നമ്മൾ നേരത്തെ എയ്ഡ്സിൽ പഠിച്ചില്ലേ, ത്രൂ ദ നീഡിൽ നമ്മൾ ഇപ്പം ഇതേ സെയിം തന്നെയാണ് എവിടെയും പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് യൂസ് ചെയ്ത ആൾക്കാർ ഉപയോഗിച്ച് നീഡിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരും. അതുപോലെ തന്നെ എന്തുവാണ് സെയിം അവരുടെ ബ്ലഡ് കമ്പോണൻസ് ബൈ ബ്ലഡ് ട്രാൻസ്മിഷൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അങ്ങനെ അവർക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് വരേണ്ട സാധ്യത ഉണ്ട്. അതാണ് പറയുന്നത് സർട്ടൻ ഹെപ്പറ്റൈറ്റിസ് ഡു ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ദ HIV എങ്ങനെ പകരുന്നുവോ അതേ സെയിം ട്രാൻസ്മിഷനിൽ കൂടെ തന്നെയാണ് ഈ ഹെപ്പറ്റൈറ്റിസിൻ്റെ പാത്തും പോകുന്നത്. ഇനി ഡിസ്കസ് ദ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഓഫ് ദ ഡിസീസസ് ആൻഡ് പ്രസൻറ്റ് യുവർ ഇൻഫറൻസ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. നമുക്ക് പ്രിവെൻറ്റീവ് മെഷേഴ്സ് നോക്കാം. പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തൊക്കെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമുക്ക് എടുക്കാം? ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസിന് വാക്സിൻ ഉണ്ട്, നമുക്ക് കറക്റ്റായിട്ട് വാക്സിൻ എടുക്കാം. അതിൻ്റെ ബൂസ്റ്റർ ഡോസും കറക്റ്റായിട്ട് നമുക്ക് എടുക്കാം. പിന്നെന്താണ്, സെക്ഷൽ ഹെപ്പറ്റൈറ്റിസ് ഉള്ള വ്യക്തിയായിട്ട് സെക്ഷൽ ഡിസീസൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യാം. കണ്ടാമിനേറ്റഡ് ഫുഡ് വാട്ടറൊക്കെ നമ്മൾ ഓൾറെഡി ഇതിൽ പറഞ്ഞു, കണ്ടാമിനേറ്റഡ് ഫുഡ് വാട്ടർ വഴിയൊക്കെയാണ് ഇത് വരുന്നത്. അപ്പോൾ കണ്ടാമിനേറ്റഡ് ഫുഡൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഫുഡ് എപ്പോഴും ക്ലീൻ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാനും നല്ല വെന്തതിന് ശേഷം ഫുഡുകൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. വെള്ളമായിരുന്നാലും ബോയിൽ ചെയ്ത വെള്ളം നമുക്ക് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. വേറെ എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും? സെയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു വ്യക്തി യൂസ് ചെയ്ത നീഡിൽസ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു വ്യക്തി യൂസ് ചെയ്ത് ത്രോ ചെയ്ത നീഡിൽ നമ്മൾ യൂസ് ചെയ്യാതിരിക്കാം. വേറെ എന്തൊക്കെ യൂസ് ചെയ്യാം? ട്രാവലിന് പോകുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബോട്ടിലായിട്ടുള്ള വാട്ടേഴ്സ് അത് കുടിക്കാതിരിക്കാൻ ട്രൈ ചെയ്യാം. കാരണം നമുക്ക് അറിയത്തില്ല. നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് തിളപ്പിച്ച വെള്ളം മാത്രം ട്രാവലിങ്ങിന് പോകുമ്പോൾ വലിയ ക്യാനുകളിൽ കൊണ്ടുപോയിട്ട് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എക്സാമിന് എളുപ്പമായിരിക്കും. Hepatitis can also occur due to the reasons other than virus infection. അപ്പോൾ ഇത് അടുത്ത് പറയുന്നത് വെച്ചാൽ ഡെങ്കി ഫീവർ ആൻഡ് ചിക്കൻ ഗുനിയ ദാറ്റ് ആർ ദ കോമൺ ഇൻ ദ കേരള ഓർ ഓൾസോ വൈറൽ ഡിസീസസ്. അപ്പം പറഞ്ഞ് ഡെങ്കി ഫീവറും ചിക്കൻ ഗുനിയൊക്കെ എല്ലാം കേരളത്തിലുണ്ടായിരുന്നതാണ്. അതും വൈറസ് ഡിസീസസ് തന്നെയാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ്, കോവിഡ്, അതും വൈറസ് തന്നെയാണ്. ദീസ് വൈറസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ മോസ്കിറ്റോസ്. ഇത് മോസ്കിറ്റോസിൽ നിന്നാണ് ഈ ഡെങ്കി ഫീവർ ചിക്കൻ ഗുനിയൊക്കെ പടരുന്നത്. ദീസ് ഡിസീസസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ മോസ്കിറ്റോ. ഇത് കൊതുകുകൾ വഴിയായിട്ടാണ് ഈ ഡെങ്കി ഫീവർ ചിക്കൻ ഗുനിയൊക്കെ പകരുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ അത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫംഗൽ ഡിസീസ്. അപ്പോൾ വൈറൽ ഡിസീസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് പഠിച്ച ഡിസീസ് എന്തായിരുന്നു? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നിപ്പ പറഞ്ഞു, രണ്ടാമത് നമ്മൾ എന്ത് പറഞ്ഞു? എയ്ഡ്സ് പറഞ്ഞു, മൂന്നാമത് നമ്മൾ എന്ത് പറഞ്ഞു? ഹെപ്പറ്റൈറ്റിസ് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കുക. ഇമ്പ്രൂവ് ചെയ്യേണ്ട പോർഷൻസ് അയയ്ക്കുക. നല്ലതാണെങ്കിൽ അതും പറയുക. അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫംഗൽ ഡിസീസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.